നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്ക് സ്വാഗതം. LGS മൂന്നാം ഘട്ട എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിലേക്ക് നടന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മളിവിടെ നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 170/2024 ഇനി വരാൻ പോകുന്ന എക്സാം LGS എക്സാമിൻ്റെ സ്റ്റേജ് 4 ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് പ്രിലിംസ് ആണ്. പ്രിലിംസ് ലാബ് അസിസ്റ്റൻറ്റ് അതുപോലെ ഓഫീസ് അറ്റൻഡന്റ് തുടങ്ങിയ തസ്തികകളിലേക്കുള്ള പ്രിലിംസ് എക്സാമാണ്. അത് ഡിസംബർ 28 ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കും നന്നായി പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, പ്രിലിംസ് നന്നായി എഴുതുക. ഏകദേശം 70-75 മാർക്കിന് മുകളിൽ കട്ട് ഓഫ് വന്നെങ്കിൽ അല്ലെങ്കിൽ അത്രയും മാർക്ക് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ പ്രിലിംസ് നമുക്ക് കയറി പറ്റാൻ പറ്റുകയുള്ളൂ. സോ 80 മാർക്സ് മനസ്സിൽ വെച്ചിട്ട് വേണം പഠിക്കാൻ. സോ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം, ഉത്തരങ്ങളും പരിശോധിക്കാം. ഫസ്റ്റ് വൺ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആൻസർ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. നെക്സ്റ്റ് വൺ, ചോർച്ച് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി. നെക്സ്റ്റ് വൺ, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭു. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത് മഹൽ. 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത് മഹൽ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ആൻസർ ഓപ്ഷൻ ഡി, ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ്. നെക്സ്റ്റ് വൺ, തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, റിപ്പബ്ലിക്. റിപ്പബ്ലിക്. നെക്സ്റ്റ് വൺ, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, നിർദ്ദേശക തത്വങ്ങളിൽ. നിർദ്ദേശ തത്വങ്ങളിൽ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസിൽ മൗലിക അവകാശങ്ങൾ ഭാഗം 1 ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൗലിക അവകാശങ്ങൾ ഭാഗം 2 മൗലിക അവകാശം 3, മൗലിക അവകാശം 4. ആൻസർ ഓപ്ഷൻ സി, മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസം. ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസം. നെക്സ്റ്റ് വൺ, മലബാറിലെ കാർഷിക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ. മലബാറിലെ കാർഷിക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ആൻസർ വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. നെക്സ്റ്റ് വൺ, കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, രാമൻ നമ്പി. കഴിഞ്ഞ LGS 2-1 ഒക്കെ ചോദ്യങ്ങളോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെയും ചോദിച്ചേക്കുന്നത്. സോ നെക്സ്റ്റ് ഘട്ടമുള്ള ആൾക്കാർ എന്ത് ചെയ്യേണ്ടത്? നന്നായിട്ട് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ട് പോകണം. നെക്സ്റ്റ് വൺ, സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ്? സർവ്വ വിദ്യാധിരാജ എന്ന് അറിയപ്പെട്ടത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ. നെക്സ്റ്റ് വൺ, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്?
സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മിതവാദി. ഓപ്ഷൻ സി മിതവാദി. നെക്സ്റ്റ് വൺ, കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അയ്യങ്കാളി. നെക്സ്റ്റ് വൺ, G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സിംഗപ്പൂർ. സിംഗപ്പൂർ. നെക്സ്റ്റ് വൺ, ഇസ്രയേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ തന്നെ, ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ്. നെക്സ്റ്റ് വൺ, പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യ നീതി, തുല്യതയിലധിഷ്ഠിത വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യ നീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി. നെക്സ്റ്റ് വൺ, ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. നെക്സ്റ്റ് വൺ, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവനകൾ നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. എം എൻ കുൻസ്രു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. മലയാളിയായ KM പണിക്കർ അതിൽ അംഗമായിരുന്നു. ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന, അല്ലേ? അധ്യക്ഷൻ നമുക്കറിയാം ആരായിരുന്നു. അധ്യക്ഷൻ എന്ന് പറയുന്നത് ഫസൽ അലി ആയിരുന്നു. നെക്സ്റ്റ് വൺ, മുംബൈ, കൊച്ചി, മധുരൈ, ചെന്നൈ, കാണ്ഡല, മംഗലാപുരം ഈ കൂട്ടത്തിൽപ്പെടാത്ത പട്ടണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മധുര. ഓപ്ഷൻ ബി മധുര. നെക്സ്റ്റ് വൺ, ഭക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻസ്: വൈദ്യുതോൽപാദനത്തിനു വേണ്ടി മാത്രം നിർമ്മിച്ചത്, സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു, ജലസേചനത്തിനു വേണ്ടി മാത്രം നിർമ്മിച്ചത്, വിവിധോദ്ദേശ പദ്ധതി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം ആണ് ഭക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം പറയുന്നത്. 2ഉം 4ഉം, അതായത് സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു, വിവിധോദ്ദേശ പദ്ധതിയുമാണെന്ത്? ഭക്രാനങ്കൽ അണക്കെട്ട്. സത്ലജ് നദി സ്ഥിതി ചെയ്യുന്നു, വിവിധോദ്ദേശ പദ്ധതിയാണെന്ത്? ഭക്രാനങ്കൽ അണക്കെട്ട്. ഇതൊക്കെ പഞ്ചവത്സര പദ്ധതികൾ 1, 2, 3 അങ്ങനെ പഠിക്കുമ്പോൾ, അല്ല 12 വരെ പഠിക്കുമ്പോൾ കിട്ടുന്ന ആൻസേഴ്സാണ്. നെക്സ്റ്റ് വൺ, ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കിയത്? ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത്? ആൻസർ കൊല്ലം ജില്ല. കൊല്ലം ജില്ല. പച്ചത്തുരുത്ത് കൊല്ലം ജില്ല. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഇവയിൽ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ജീവൻ രക്ഷാ പതക്. ജീവൻ രക്ഷാ പതക് ഒരു ദേശീയ പുരസ്കാരം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിസാം സാഗർ നദീതട പദ്ധതി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഗോദാവരി. ഗോദാവരി നദി. നിസാം സാഗർ നദീതട പദ്ധതി ഗോദാവരി. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി തൂത്തുക്കുടി. മേജർ തുറമുഖം തൂത്തുക്കുടി.
നെക്സ്റ്റ് വൺ, ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി. നെക്സ്റ്റ് വൺ, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ബരാലച്ച ചുരം. ഹിമാചൽ പ്രദേശ്, ലഡാക്ക്. അത് നോക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ, ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചത്? ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ, 82 ഡിഗ്രി പൂർവ്വ രേഖാംശം. 82 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ബൽവന്തറായ മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ബൽവന്തറായ മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭേദഗതി ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 1ഉം 2ഉം. അതായത് ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. ആൻസർ ഓപ്ഷൻ ബി, 1 and 2. നെക്സ്റ്റ് വൺ, പ്രാചീന ശിലായുഗത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ആൻസർ ഇടയ്ക്കൽ ഗുഹ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ആൻസർ ഓപ്ഷൻ എ, പള്ളിക്കര. നെക്സ്റ്റ് വൺ, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യം, വൈക്കം സത്യാഗ്രഹം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം ഉള്ളത്? ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം ഉള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ്, കാപ്പി. നെക്സ്റ്റ് വൺ, 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിക്കുന്നത്? 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി, ആലപ്പുഴ. നെക്സ്റ്റ് വൺ, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1.25 കോടി മലയാളികൾ. ഇവിടെ 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന ഗ്രന്ഥം ആരുടേതാണെന്ന് നമുക്കറിയാം, EMS നമ്പൂതിരിപ്പാട് ആണെന്നറിയില്ലേ. അപ്പോൾ അതിൽ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇവിടെ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് ആദ്യമായി അവതരിപ്പിക്കുന്ന ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണേത്? 1.25 കോടി മലയാളികൾ. കുറച്ച് വളഞ്ഞും ചോദിച്ചപ്പോൾ നമുക്ക് എഴുതാം അല്ലേ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നുള്ളതാണ് ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കായിക തലസ്ഥാനം, ആൻസർ ഓപ്ഷൻ എ, കോതമംഗലം. നെക്സ്റ്റ് വൺ, 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2025 G20 ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം ഏതാണ്?
ആൻസർ ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക. 25 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ വി അബ്ദുറഹ്മാൻ. നെക്സ്റ്റ് വൺ, ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ HDFC. നെക്സ്റ്റ് വൺ, 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി പൃഥ്വിരാജ്. നെക്സ്റ്റ് വൺ, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിന് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിന് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? ആൻസർ ഓപ്ഷൻ സി അർഷാദ് നദീം. നെക്സ്റ്റ് വൺ, ലോക നാട്ടറിവ് ദിനം എന്നാണ് ഓഗസ്റ്റ് 22. നെക്സ്റ്റ് വൺ, ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാഗ് 003 വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ്? ആൻസർ ഓപ്ഷൻ സി ഡെങ്കി വൈറസ്. നെക്സ്റ്റ് വൺ, 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി കില്ലിയൻ മർഫി. നെക്സ്റ്റ് വൺ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ആൻസർ ഓപ്ഷൻ സി മാനന്തവാടി. ഈ സെയിം ക്വസ്റ്റ്യൻ ആവർത്തന ചോദ്യമാണ്. നെക്സ്റ്റ് വൺ, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ഏതാണ്? ആൻസർ അൽഗോരിതങ്ങളുടെ നാട്. ഉണ്ണി അമ്മ അമ്പലത്തിൻ്റെ കൃതി അൽഗോരിതങ്ങളുടെ നാട്. നെക്സ്റ്റ് വൺ, 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? അർജന്റീന. കോപ്പ അമേരിക്ക അർജന്റീന. നെക്സ്റ്റ് വൺ, മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മാസ്കിൻ്റെ കമ്പനി. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മാസ്കിൻ്റെ കമ്പനി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ന്യൂറാലിങ്ക്. നെക്സ്റ്റ് വൺ, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയ പേര്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ, അതിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി നീലു. നെക്സ്റ്റ് വൺ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി 2ഉം 4ഉമാണ്. ചർവണകം ആൻഡ് അഗ്രചർവണകം ആണ് ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ. നെക്സ്റ്റ് വൺ, സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. നെക്സ്റ്റ് വൺ, ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? ആൻസർ വെണ്ട. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി 2006. നെക്സ്റ്റ് വൺ, സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി
1984. 1984 സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ് വൺ, 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ IFFI നടന്ന സംസ്ഥാനം ഏതാണ്? IFFI നടന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഗോവ. 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ IFFI നടന്ന സംസ്ഥാനം ഏതാണ്? 58, ക്വസ്റ്റ്യൻ നമ്പർ 58, ആൻസർ ഓപ്ഷൻ സി, ഗോവ. നെക്സ്റ്റ് നമ്പർ 59, ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സ്വീഡൻ. നെക്സ്റ്റ് വൺ, വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. അതായത് ഒരു സർക്യൂട്ടിൽ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. നെക്സ്റ്റ്, അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ, തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 8 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? ആൻസർ ഓപ്ഷൻ ബി, 90 ഡിഗ്രി. ഓപ്ഷൻ ബി, 90 ഡിഗ്രി. നെക്സ്റ്റ് വൺ, കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതല്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2, 3 എന്നിവ മാത്രം ശരിയാണ്. അതായത് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും പരസ്പരം ആകർഷിക്കും. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ, ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ആണ്. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ് വൺ, വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇത് തീ കെടുത്തുന്ന വാതകമാണ്. ഓപ്ഷൻ സി, ഇത് തീ കെടുത്തുന്ന വാതകമാണ്. നെക്സ്റ്റ് വൺ, സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുവാനുള്ള കോൾ സെൻറ്ററിൻ്റെ പേര് ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുവാനുള്ള കോൾ സെൻറ്ററിൻ്റെ പേര് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സഹജ. സഹജ, സ്ത്രീകൾക്ക് സഹജ. നെക്സ്റ്റ് വൺ, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, കൈരളി. നെക്സ്റ്റ് വൺ, ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വുഹാൻ. വുഹാൻ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ടൈഫോയിഡ്. ടൈഫോയിഡ്. നെക്സ്റ്റ് വൺ, സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മാമോഗ്രാം. ഓപ്ഷൻ സി, മാമോഗ്രാം. സ്ഥാനാർബുദം കണ്ടുപിടിക്കാൻ മാമോഗ്രാം. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം എന്താണ്? HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ജ്യോതിസ്. ജ്യോതിസ്. നെക്സ്റ്റ് വൺ, 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മലപ്പുറം ജില്ല. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, വിബ്രിയോ. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ്?
നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ശലഭം. ശലഭമായി പറക്കട്ടെ നവജാത ശിശുക്കൾ. നെക്സ്റ്റ് വൺ, ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി പൂനെ. താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ഓപ്ഷൻ സി ജെ.പി. നഡ്ഡ. ജെ.പി. നഡ്ഡ. നെക്സ്റ്റ് വൺ, ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏത് മാർഗേണയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? ഹെപ്പറ്റൈറ്റിസ് എ പകരുന്ന മാർഗം? ആൻസർ ഓപ്ഷൻ ഡി മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടി. നെക്സ്റ്റ് വൺ, ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? ഓപ്ഷൻ ബി MAL എന്നാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന ജന്തുജന്യ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? നിപ്പ, പോളിയോ, എംപോക്സ്, ക്ഷയം. ആൻസർ ഈസ് ഓപ്ഷൻ എ 1ഉം 3ഉം മീൻസ് നിപ്പയും എംപോക്സുമാണ് ജന്തുജന്യ രോഗങ്ങൾ. നെക്സ്റ്റ് വൺ, 765432 എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ്? 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം അല്ലേ? 76,54,325 എന്ന സംഖ്യ. ഓക്കെ, 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 8. ഒരു സമഭുജ ത്രികോണത്തിന് ചുറ്റളവ് 12.9 ആണ്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 4.3 സെൻറ്റിമീറ്റർ. ഒരു സംഖ്യയിൽ നിന്നും 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 11/12. നെക്സ്റ്റ് വൺ, 1.252 മൈനസ് ആണ്. 1.25 മൈനസ് 0.25 ഡിവൈഡ് ബൈ 1.25 പ്ലസ് 0.75 ഈസ് ഈക്വൽ ടു എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പറഞ്ഞേക്കുന്നത് 0.5. തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510. നടുവിലത്തെ സംഖ്യ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 105. 2 ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12ഉം 10ഉമാണ്. വീതി യഥാക്രമം 60ഉം 8ഉം ആണ്. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 86th ക്വസ്റ്റ്യൻ നമ്പർ. ആൻസർ ഈസ് ഓപ്ഷൻ സി 9:10. നെക്സ്റ്റ് വൺ, 87 2 × 5 × 7 × 4 × 2 × 5 × 7 എന്നതിൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 87 ആൻസർ ഈസ് ഓപ്ഷൻ എ 140. 1500 രൂപ പരസ്യവിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കണമെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 1150. +8 × +12 ഡിവൈഡ് ബൈ +4 × -6 ഈസ് ഈക്വൽ ടു 89. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് -144 144. നെക്സ്റ്റ്, 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 18 സെക്കൻഡ്. 1/8 27 125 ആണെങ്കിൽ അടുത്ത സംഖ്യ അല്ലേ ക്യൂബുകളാണല്ല. ആൻസർ ഓപ്ഷൻ ബി 216. നെക്സ്റ്റ് വൺ, വിട്ടുപോയത് കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ ഡി 21. 9, 11, 15 അല്ലേ? 9
9 2 11 അല്ലേ, 11 4 15, അപ്പോൾ 6 വരും കൂട്ടല്ലേ. ഓക്കെ, 15 6 21 ശരിയായി. നെക്സ്റ്റ് നിങ്ങളുടെ ശരിയായോ? ഓക്കെ. EY ഈക്വൽ ടു 828, ARM ഈക്വൽ ടു 639 എങ്കിൽ EAR എത്രയാണ് അല്ലേ? EY 828, ARM 639 എങ്കിൽ EAR എത്രയാണ് അല്ലേ? ചെയ്യുക. ആൻസർ ഓപ്ഷൻ സി ആണ്, 8 6 3 അല്ലേ. ഇൻട്രസ്റ്റിംഗ് ഒരു കണക്കല്ലേ. ഇതിൽ EAR ഇവിടെ നമ്പർ എഴുതാം. ഓക്കെ അല്ലേ. എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഈ 8 വന്നു. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എഴുതാം, 6 എഴുതാം അല്ലേ. അങ്ങനെ ഒരു മെത്തേഡ് ചെയ്യാം അല്ലേ, എൻ്റെ സിമ്പിൾ മെത്തേഡ്. 6 എന്ന് പറയുമ്പോൾ അത് 3 എഴുതാം. അപ്പോൾ ആൻസർ കിട്ടുന്നുണ്ട്. മറ്റു മെത്തേഡുണ്ട് എക്സ്പേർട്സിനാണ്, കണക്ക് എക്സ്പേർട്സിനാണ് ബാക്കി. ഇത് സിമ്പിൾ മെത്തേഡ് ഫോർ മീ. നെക്സ്റ്റ് വൺ. ബാബു എ എന്ന സ്ഥലത്തു നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ബിയിലെത്തി. ബിയിൽ നിന്ന് വീണ്ടും വലത്തോട്ട് സഞ്ചരിച്ച് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. സിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത്? 94. ആൻസർ ഓപ്ഷൻ ബി ആണ്, 3. ഒരു വരിയിൽ അഞ്ജുവിൻ്റെ സ്ഥാനം മുൻപിൽ നിന്നും 11ാമത്തെ ആളും പുറകിൽ നിന്നാണെങ്കിൽ 7ാമത്തെ ആളുമാണ്. വരിയിൽ ആകെ എത്ര ആളുകളുണ്ട്? 95. ഓപ്ഷൻ ഡി ആണ്, 17 അല്ലേ. നെക്സ്റ്റ് വൺ. ഇവിടെ ആകെ എത്ര ആളുകളുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ് വൺ. 2.02 പ്ലസ് 2 ഡിവൈഡ് ബൈ 202 എത്രയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, 0.010. നെക്സ്റ്റ് വൺ. X ഈസ് ടു Y 4 ഈക്വൽ ടു 4:3, Y ഈസ് ടു Z ഈക്വൽ ടു 6:5 ആയാൽ X ഈസ് ടു Z എത്രയാണ്? 97. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 24:15. ഇപ്പോൾ വാച്ചിൽ 12 മണി, ക്ലോക്കിൽ 12.15 ആണെങ്കിൽ എത്ര സെക്കൻഡ് കഴിയണം? ആകുന്ന സെക്കൻഡ് കഴിയണം. 98. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, 900 സെക്കൻഡ്. അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. 4 വർഷം മുമ്പ് അത് മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബുവിൻ്റെ പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 32 ആണ്. ഓക്കെ. നെക്സ്റ്റ് കണക്ക് കണ്ടില്ലേ, ട്രയാങ്കിളിനകത്ത് 90. ഇത് ടെക്സ്റ്റിലെ കണക്കാണല്ലേ, 9 ടെക്സ്റ്റിലെ കണക്കുണ്ടെന്ന് തോന്നുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1 ആണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നെക്സ്റ്റ് വീഡിയോ കാണാം. പ്രിലിംസിന് വേണ്ടി, അതായത് പ്രിലിംസിന് ഈ തൊട്ട് കഴിഞ്ഞ എക്സാമിന് നേരത്തെ ചോദിച്ചിട്ടുള്ള എക്സാമിന് ചുറ്റുള്ള 1 to 5 5 ഘട്ടങ്ങളിൽ എക്സാം വന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഘട്ടത്തിലെയും ചോദ്യപേപ്പർ വെച്ചിട്ട് നന്നായി വിശകലനം ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട്. എല്ലാവരും അത് കാണുക, നന്നായി എൻജോയ് ചെയ്യുക, എൻ്റെ കൂടെ പഠിക്കുക. നെക്സ്റ്റ് പ്രിലിംസ് ലാബ് അസിസ്റ്റൻറ്റ് ഓഫീസ് അറ്റൻഡറാണത് കിട്ടണം, അതിനുവേണ്ടി പഠിക്കണം. ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക, 5 ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി റെഫർ ചെയ്താൽ ഈസിയായി നമുക്ക് ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ ബി കെയർഫുൾ ആൻഡ് സ്റ്റഡി. നന്നായി പഠിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ. താങ്ക് യു.